വയസ്സ് എരിഞ്ഞ് തീരാറായ ഒരു മെഴുകുതിരി ആണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരിക്കലും നമ്മുടെ ജീവിതം എരിഞ്ഞു തീരുന്നില്ല. ഈ ഭൂമിയിലെ ജീവിതം എരിഞ്ഞു തീരുന്നതേ ഉള്ളൂ. മറിച്ച് ഇവിടുത്തെ ജീവിതം അവസാനിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിൽ നമ്മൾ എരിയും എന്നുള്ളത്. അതുകൊണ്ടാണ് പറയാറുള്ളത്, മരണം എന്നത് ഇവിടെ നിന്ന് ഇവിടെ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തിരിയെ എടുത്ത് വേറെ ഒരു സ്ഥലത്ത് വയ്ക്കുന്ന അനുഭവം എന്നതാണ്. അച്ഛനോട് പറഞ്ഞ് എരിഞ്ഞു തീരാൻ പോകുന്ന തിരിയാണ് അത്. ഓക്കെ, ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു ഇത്രയും വർഷത്തെ ജീവിതം? ഒരു 40 വർഷത്തെ പൗരോഹിത്യ ജീവിതമാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, കുറ്റബോധമൊന്നും തോന്നിയിട്ടില്ല. ഒത്തിരിയും പ്രാർത്ഥിക്കാനായിട്ട് കഴിയും, ബലി ഒത്തിരിയും അർപ്പിച്ചു, മനുഷ്യർക്ക് ഒത്തിരിയും നന്മ ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ ജീവിതം ഒരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുകയാണ്. ഞാൻ ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഓരോ ജീവിതവും അങ്ങനെയാണ്. അത് കുടുംബ ജീവിതമാണെങ്കിലും പൗരോഹിത്യ ജീവിതമാണെങ്കിലും ദൈവത്തിന് നന്ദി പറയുക എന്നതൊരു വലിയ പുണ്യമാണ്. ദൈവത്തിന് മുൻപിൽ നന്ദി അർപ്പിച്ച് ജീവിക്കുക അതൊരു ഏറ്റവും നന്ദിയുള്ള കാര്യമാണ്. പ്രയാസങ്ങളില്ലാത്ത മനുഷ്യൻ ആരാണ്? ദുഃഖങ്ങളില്ലാത്ത മനുഷ്യൻ ആരാണ്? പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് കർത്താവായ യേശു മിശിഹ കൂദാശകളെ സ്ഥാപിച്ചിട്ടുണ്ട്. കൂദാശകള് അടയാളമാണ്, ദൈവത്തിന്റെ കാണപ്പെടുന്ന അടയാളങ്ങളാണ്. ആ അടയാളങ്ങളിലൂടെ ദൈവം നമുക്ക് അനുഗ്രഹം നൽകും. എന്തുകൊണ്ട് കൂദാശകള് ഉണ്ട് എന്ന് ചോദിച്ചാൽ അതിന് പറയുന്ന ദൈവശാസ്ത്രപരമായ മറുപടി എന്ന് പറയുന്നത് രണ്ടാണ്. ഒന്ന് എന്ന് പറയുന്നത് മനുഷ്യൻ ബലഹീനൻ എന്നത്. ബലഹീനതയില്ലാത്ത മനുഷ്യൻ ഇല്ല എന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ പുണ്യവാനായ സെന്റ് അഗസ്റ്റീൻ പറഞ്ഞത്, കർത്താവേ, അങ്ങിൽ വിലയം പ്രാപിക്കും വരെ എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കും. തെറ്റ് ചെയ്യാനുള്ള പ്രവണത എപ്പോഴും മനുഷ്യൻ ഉണ്ട് എന്നതാണ്. ആ ബലഹീനത മനുഷ്യനുണ്ട് എന്നതാണ്. രണ്ടാമതായിട്ട് പറയുന്നത്, ഒരു മനുഷ്യനുമില്ല ലോകത്ത് പക്വത പ്രാപിച്ചു, പരിപൂർണനായ ഒരു മനുഷ്യനുമില്ല എന്നതാണ്. പക്വത പ്രാപിച്ച് പൂർണ്ണ പക്വത പ്രാപിച്ച് ആരാണ് ലോകത്ത് ഉള്ളത്? ആരുമില്ല. അതുകൊണ്ട് ബലഹീനനായ മനുഷ്യൻ, പക്വത പ്രാപിക്കാത്ത മനുഷ്യന് പരിപൂർണനായ ദൈവത്തിന് അപൂർണരായ നമുക്ക് എത്തിച്ചേരാനുള്ള പുണ്യമായ അടയാളങ്ങളാണ് കൂദാശകൾ എന്ന് പറയുന്നത്. ഈ കൂദാശകളെയാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ഏറ്റവും സുന്ദരമായ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഈ പ്രാർത്ഥനയെ എങ്ങനെ മനുഷ്യൻ അഭിമുഖീകരിക്കണം എന്നതാണ്. ഇതിനെ എങ്ങനെയാണ് കാണേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പ്രത്യേകമായിട്ട് പറയുന്നത്, നീ വിശുദ്ധ